മകരവിളക്ക് തീർത്ഥാടനത്തിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് കൈത്താങ്ങുമായി സേവാഭാരതി. വിശന്നിരിക്കുന്ന അയ്യപ്പ ഭക്തരുടെ കൈകളിലേക്ക് ഇനി സേവാഭാരതിയുടെ ഭക്ഷണപ്പൊതിയും കുടിവെള്ളവും എത്തും. പത്തനംതിട്ടയിൽ പാകം ചെയ്ത ഭക്ഷണം എത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും സേവാഭാരതിയുടെയും കൂട്ടായ പ്രവർത്തനത്തിലാണ്. മണ്ഡല മകരവിളക്ക് സീസൺ തുടരവെ അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്കാണ് ശബരിമലയിലേക്ക്. ഈ സാഹചര്യത്തിൽ മണിക്കൂർ വരിനിന്ന് ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തർക്കാണ് സേവാഭാരതിയും രാഷ്ട്രീയ സ്വയം സേവക സംഘവും കൈത്താങ്ങായി എത്തുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്തു നിന്നും ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ പത്തനംതിട്ടയിലെത്തിച്ച് പാകം ചെയ്ത് പൊതികളിലാക്കും. ഒപ്പം കുടിവെള്ളവും ലഘുഭക്ഷണവും വേറെ. ഇവ കൃത്യമായി അയ്യപ്പ ഭക്തരിലേക്ക് എത്തിക്കുകയാണ് സേവാഭാരതി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്ന് നമ്മൾ ഈ സാധനങ്ങൾ സംഭരിച്ച് പത്തനംതിട്ടയിൽ എത്തിച്ചിട്ട് കൂനംകുളം എന്ന് പറയുന്ന സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വച്ച് നമ്മൾ ആഹാരം പാചകം ചെയ്ത് പാക്കറ്റുകളിലാക്കി ആ വഴിയോരം വരുന്ന ഭക്തജനങ്ങളുടെ കയ്യിൽ ഇത് നേരിട്ട് ഏൽപ്പിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്നുള്ള കുടിവെള്ളം കൂടാതെ ലഘുഭക്ഷണം ഇതെല്ലാം മുൻകൂറായിട്ട് തന്നെ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഭംഗിയായ ഒരു തീർത്ഥാടനം ഈ മകരവിളക്ക് കാലത്ത് നടത്തുക എന്നുള്ളതിൻ്റെ ഒരു വലിയ പരിപാടിയുടെ എളിയ തുടക്കമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഇവിടെ ആരംഭിച്ചത്. സംസ്ഥാനത്ത് പരാജയപ്പെട്ട ഭരണ സംവിധാനവും നിലനിൽക്കുന്നുവെന്ന് സ്വാമിമാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്ക് എതിരെയാണ് സേവാഭാരതിയുടെ കൈത്താങ്ങെന്നും സംഘാടകർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മുടെ അയ്യപ്പ ഭക്തന്മാര് ക്ലേശങ്ങൾ അനുഭവിക്കുക എന്നത് പതിവായിട്ട് മാറിയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്രയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരുന്നതിനനുസരിച്ചും ആനുപാതികവുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിലനിൽക്കുകയാണ് വർഷങ്ങളായിട്ട്. മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്ന ഭക്തന്മാർക്ക് കുടിവെള്ളമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമോ ഒരു സൗകര്യവും ഒരുക്കാതെ അവരിങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കാഴ്ച കേരളത്തിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനോവേദന ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മകരവിളക്കിന് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരു ആശ്വാസം കൊടുക്കുന്നതിനുള്ള ശ്രമമാണ് സേവാഭാരതിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഇപ്പോൾ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. അഗസ്ത്യാർ മലയിലെ ഭഗവാൻ കാണിയാണ് ആദ്യഘട്ട ഭക്ഷണ കിറ്റുകളുടെ യാത്ര തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിലും കൂടുതൽ സംഘം ഭക്ഷണവുമായി പമ്പയിലേക്കും ശബരിമലയിലേക്കും എത്തും. ജനം, തിരുവനന്തപുരം.